നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തേ. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന റാണിപുരം കേരളത്തിൻ്റെ ഊട്ടി എന്ന് വിളിക്കപ്പെടുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇക്കോ ടൂറിസം കേന്ദ്രമാണ്. അങ്ങനെ നമ്മൾ റാണിപുരം എക്കോ ടൂറിസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ എൻട്രി ഗേറ്റ്. നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 750 മീറ്റർ ഉയരത്തിൽ പശ്ചിമഘട്ടത്തിലാണ് ഈ മനോഹര ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്തിൻ്റെ ചരിത്രം പുരാതന കാലത്ത് ആദിവാസി സമൂഹങ്ങൾ ഈ പ്രദേശത്ത് താമസിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഗ്ലോറി, നീ വ്ളോഗ് ചെയ്യാം. ഇപ്പോൾ സമയം 8 മണി. പക്ഷേ നോക്കിയേ, ഒരു വൈകുന്നേരം ഒരു 6 മണീൻ്റെ ഫീലാണ്. കാരണം മരങ്ങളിങ്ങനെ നിറഞ്ഞു നിൽക്കണാറിനെ നമുക്ക് ലൈറ്റ് അത്ര രീതിയിൽ കടന്നു വരുന്നില്ല. അടിപൊളിയാണ് കേട്ടോ, നല്ല ക്ലൈമറ്റ്. കയറിക്കോ, പോയിക്കോ. എന്താ ഇവിടെ എല്ലാ മരത്തിൻ്റെയും ശാസ്ത്രീയ നാമവും നമ്മൾ വിളിക്കുന്ന പേരും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് മരങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ദക്ഷിണ ഭാഗത്തു നിന്നും കുടിയേറിയ ജ്ഞാനായ സഭയിലുള്ള കുറച്ചാളുകൾ പരിശുദ്ധ മാതാവിനോടുള്ള ആദര സൂചകമായിട്ട് ഇട്ട പേരാണ് റാണിപുരം എന്ന് പറയും. മറ്റ് കഥകളും ഇതിൻ്റെ പുറകിലുണ്ട്. ഫുള്ള് കല്ലാണ് കേട്ടോ, നല്ല വലിയ കല്ലുകളുള്ള വഴിയാണ്. ഇച്ചിരി നടക്കാൻ ഇച്ചിരി പാടാണ് കുട്ടികൾക്ക്. റബ്ബറിന് എടുക്കേണ്ടി വരും. പക്ഷെ എന്നാ അബ്രു വിചാരിക്കണ്ട, എടുക്കൂല കേട്ടോ. പച്ചപ്പ്, സുഖകരമായ കാലാവസ്ഥ, അതുല്യമായ ജൈവവൈവിധ്യം എന്നിവയിൽ റാണിപുരം ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് മാറി. ഇവിടെ എക്കോ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന് കേരള വനം വകുപ്പും പ്രാദേശിക സമൂഹങ്ങളും കൈകോർത്താണ് പ്രവർത്തിക്കുന്നത്. കർണാടകയിലേക്ക് വ്യാപിച്ചെടുക്കുന്ന റാണിപുരം കുദ്രമുഖ് ജൈവ വൈവിധ്യ വലയത്തിൻ്റെ ഒരു ഭാഗമാണിത്. ഈ ഒരു റിലേഷൻ സസ്യജന്തുജാലങ്ങളാൽ സമ്പന്നമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയെ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. കയറ്റം കഴിഞ്ഞ് ഇച്ചിരി പരപ്പായെന്ന് തോന്നുന്നു അല്ലേ. ചെമ്പൂവം ഇത് വേരാണോ അതോ എൻ്റെ എന്താ സംഭവം എന്ന് മനസ്സിലാണുള്ളത്. ശരി, അപ്പം ഇതായിരിക്കും എൻ്റെ. ഇത് വെറൈറ്റി ആയിട്ടോ. നോക്കി ഇവിടെ നിന്ന് തുടങ്ങി അതെങ്ങനെയാണ് അപ്പോൾ മുകളിലേക്ക് കണക്റ്റ് ആയതെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്താ സംഭവം? റാണിപുരത്തെ ടൂറിസം സംരംഭം സുസ്ഥിരതയ്ക്ക് ഊന്നൽ നൽകിയാണ് പോകുന്നത്. പരിസ്ഥിതിയിൽ കുറഞ്ഞ ആഘാതം ഉറപ്പാക്കുന്നുണ്ട്. എന്ത് രസം നോക്കി, അടിപൊളി അല്ലേ. പുലിയോ കടുവയോ ആനയോ എല്ലാം ഉണ്ടാവും. ഇത് ഫോറസ്റ്റാണ്, ഫോറസ്റ്റിൽ എന്തും വേണമെങ്കിലും ഉണ്ടാവാം. പെട്ടെന്നൊരു പുലി ഇങ്ങനെ മുമ്പിൽ വന്നാൽ നീ എന്താക്കും? ഞാൻ എന്താക്കും അറിയോ? നിന്നെ മുമ്പോട്ടിട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് ഓടും. എന്താ നോക്കിയാൽ ഫുള്ള് വനനിബിഡമാണ് കേട്ടോ. മരങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. അടിപൊളി സ്ഥലം. നടക്കാൻ ഇച്ചിരി റിസ്ക് ആണ് കേട്ടോ. സൂക്ഷിച്ച് നടന്നില്ലെങ്കിലേ അടിച്ച് താഴെ വീഴുവേ. വീണ് കഴിഞ്ഞാൽ മുഖമൊക്കെ പെട്ടി കല്ലിലും ഇടിച്ച് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും. ചേട്ടായുടെ ഈ കളർ കോമ്പിനേഷൻ ഫ്രെയിമിന് നല്ല രസം. പഴയ ഒരു മരമാണ്, ഒരെണ്ണം പോയി. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് വളർന്ന് പന്തലിച്ച് നിൽക്കുക. ഇങ്ങനെയുള്ള കുട്ടികളാണ് ഡേഞ്ചർ. ഇത് ആ സീനാണ് ഇപ്പൊ കാണുന്നത്. കരഞ്ഞോണ്ട് പോകുന്നു. അതെ, ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വന്നില്ലെങ്കിൽ പണി പാളും. എങ്ങനെയാ വീണത്? അത് ആരും കണ്ടില്ലടാ, അതുകൊണ്ട് കുഴപ്പമില്ല. വേനൊന്നും ഉണ്ടാവില്ലല്ലോ. ആരെയും കണ്ടാലല്ലേ വേന ഉണ്ടാവുള്ളൂ. വാട്ട് എ ഫ്രെയിം ഗൈസ്. അങ്ങനെ നമ്മുടെ മരങ്ങളുടെ ഏരിയ കഴിഞ്ഞ് നമ്മൾ പുൽമേട്ടിലേക്ക് കയറുകയാണ്. നമ്മളങ്ങനെ പുൽമേട്ടിലെത്തിയിരിക്കുകയാണ്. പുൽമേട് വഴി നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മഴക്കാലമായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ പച്ചപ്പ് കിട്ടിയാനല്ലേ നമുക്ക്. ഇപ്പോൾ ചെറുതായിട്ടൊരു ഉണക്ക് വന്നിട്ടുണ്ട് പുല്ലിനൊക്കെ. അതെ അല്ലേ. നമ്മളിപ്പോൾ അവിടെ നിന്നാണ് വന്നത്. നമ്മളിങ്ങനെ ഇതുവഴി കയറി പോയിട്ടതാ അതിൻ്റെ മുകളിൽ നമുക്ക് എത്തണം കേട്ടോ. അവിടെ ഈ ഹിൽ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ ശോല വനങ്ങളാണ്. പിന്നെ പുൽമേടുകളും ഇടകലർന്നതാണ്. ഇതങ്ങനെ ഹെവി ട്രക്കിംഗ് അല്ല, ഒരു മീഡിയം മോഡറേറ്റ് ട്രക്കിംഗ്. അപ്പുറം ഇങ്ങോട്ട് വാ. കോടമഞ്ഞ് മൂടിയ പ്രകൃതി ദൃശ്യങ്ങൾ പലപ്പോഴും സന്ദർശകരെ സ്വപ്നതുല്യമായിട്ടുള്ള ഒരു ലോകത്തേക്ക് എത്തിക്കും. ആകാശമൊക്കെ നോക്കി എന്താ സ്റ്റൈലെന്ന്. ഫസ്റ്റത്തെ റെസ്റ്റിംഗ് പോയിൻ്റാണ് കേട്ടോ. ഇവിടെ നല്ല പുല്ലും കൊണ്ടൊക്കെ ഉണ്ടാക്കി അടിപൊളിയാക്കി വെച്ചിരിക്കുക. റാണിപുരം നിരവധി ട്രക്കിംഗ് അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സാഹസികത ഇഷ്ടപ്പെടുന്നവരെ ഭയങ്കരമായിട്ട് ഇത് ആകർഷിക്കുന്നുണ്ട്. പശ്ചിമഘട്ടത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നൽകുന്ന റാണിപുരം പീക്കിലേക്കാണ് ഇവിടെ ഫേമസ് ആയിട്ടുള്ള ട്രക്കിംഗ് പോകുന്നത്. ഇടതൂർന്ന വനങ്ങൾ, തുറന്ന പുൽമേടുകൾ, പാറക്കെട്ടുകൾ എന്നിവയൊക്കെയാണ് സഞ്ചാരികളെ ഇവിടെ ആകർഷിക്കുന്നത്. നമ്മളിപ്പോൾ ഒന്നും എത്തിയിട്ടില്ല. നമ്മളിപ്പോൾ ഇനി ഈ വഴി കൂടെ നടന്ന് ആ മലേൻ്റെ മുകളിൽ കയറണം. അപ്പോഴാണ് നമ്മുടെ ട്രക്കിംഗ് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ. വഴിയിൽ ട്രക്കിംഗ് നടത്തുന്നവർ പലപ്പോഴും വിദേശ പക്ഷികളെ ഇവിടെ കാണാറുണ്ട്. ഇത് പക്ഷി നിരീക്ഷകരുടെ പറുദീസയാണെന്നും കൂടെ പറയുന്നു.
ഇപ്പോൾ സമയം 8:40 ദ സൺ ബേക്കിലുണ്ട്. നല്ല കൂളിങ് ക്ലൈമറ്റാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് വലിയ വേർക്കലോ വലിയ പ്രശ്നങ്ങളോ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് സിപ്പായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ പുൽമേട് കഴിഞ്ഞ് വീണ്ടും നമ്മളൊരു കാടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. പുൽമേടിൻ്റെ അപ്പുറത്തൊരു ചെറിയ കാട് ഉണ്ടോ, ആ കാടിൻ്റെ ഉള്ളിലേക്ക് കയറി വീണ്ടും പുൽമേട്ടിലേക്ക് നമ്മൾ കയറും. റാണിപുരം നിരവധി ഇനം ചിത്രശലഭങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. പശ്ചിമഘട്ടത്തിൽ സ്ഥിരമായി കാണുന്ന കാട്ടാനകൾ ഇടയ്ക്കിടെ ഈ പ്രദേശത്ത് കൂടി കടന്നു പോകാറുണ്ട്. വീഡിയോ എടുക്കാൻ നിന്നിട്ടേ അവരങ്ങോട്ട് മുമ്പിലെത്തിപ്പോയി. ഓടട്ടെ. വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും പൂക്കൾ കാണുകയാണെങ്കിൽ കാണിച്ചു തരണേ. എന്താണ് വെറൈറ്റി നിങ്ങൾ കണ്ടത്? ഓ മൈ ഗോഡ്, ഓ ഇന്നലത്തെ ആണല്ലേ ഗൈസ്. ഇതാണ് ഒരു ദിവസം പഴക്കമുള്ള ആനപ്പിണ്ടം. ആന വിഹരിക്കുന്ന ഒരു ഏരിയ ആണ് എന്ന് സാരം. ഗൈസ് ഇവിടെ ഇരിക്കാനൊക്കെ ഒരു കസാര എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പേരുകൾ അത് നിർബന്ധമാണ്. ഓ നല്ല അടിപൊളി വൈബ് സ്ഥലം, നല്ല കൂളിങ്. മാൻ, പുള്ളിപ്പുലി, മലബാർ ഭീമൻ അണ്ണാൻ തുടങ്ങിയ മറ്റ് മൃഗങ്ങൾ ഈ വനങ്ങളിൽ വസിക്കുന്നുണ്ട്. ഗൈസ് ഇതാണ് നമ്മുടെ കറുവപ്പട്ട. കാണാത്തവർ കണ്ടോളൂ, കറുവപ്പട്ടയാണിത്. കോമഡി അയ്യോ, ഇതാണ് ആ കറുവപ്പട്ടൻ്റെ തൊലി. ഇത് ആൾക്കാർ ചെത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. അടിപൊളി ആംബിയൻസ് എന്ന് പറഞ്ഞാൽ വേർത്ത് വിസിറ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇവിടെ വരണം. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസാണ് കിട്ടുന്നത്. നല്ലൊരു ക്ലൈമാറ്റിക് എക്സ്പീരിയൻസും നല്ലൊരു ട്രക്കിംഗ് എക്സ്പീരിയൻസും. ഇതാ സംഭവം എത്തിപ്പോയി. ഇതാണ് ഏഴിലം പാല. എൻ്റെ പോനെ ഒരങ്ങെത്തി. ഈ ഹിൽ സ്റ്റേഷൻ്റെ ഭൂമിശാസ്ത്രമായിട്ടുള്ള സ്ഥാനം വർഷം മുഴുവനും തണുത്ത കാലാവസ്ഥ ഉറപ്പാക്കുന്നുണ്ട്. മൺസൂൺ കാലത്ത് റാണിപുരം ഒരു ഹരിത സങ്കേതമായി മാറുന്നുണ്ട്. വെള്ളച്ചാട്ടങ്ങളും അരുവികളും എല്ലാം. റാണിപുരം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഒക്ടോബറിനും മാർച്ചിനും ഇടയിലാണ്. കാലാവസ്ഥ ഏറ്റവും സുഖകരമായിരിക്കും ഈ സമയത്ത്. ട്രക്കിങ്ങിന് പുറമെ റാണിപുരത്തിന് ചുറ്റുമുള്ള ഗ്രാമജീവിതവും സന്ദർശകർക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നവയാണ്. പ്രദേശവാസികൾ നല്ല ആതിഥ്യ മര്യാദയുള്ളവരാണ്. നമ്മളങ്ങനെ വീണ്ടും ഒരു പുൽമേട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അടിപൊളി നോക്കിയേ, അവിടെ സണ്ണുള്ളതുകൊണ്ടേ ഭയങ്കര ലേറ്റ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടേക്ക് പോവാം, നല്ല വ്യൂ അവിടെ കിട്ടും. പക്ഷേ അതിനെക്കാട്ടും നല്ല വ്യൂ നമുക്ക് മുകളിൽ നിന്ന് കിട്ടും. ഉപ്പാട് ഇളകിയോ എനിക്ക് പുല്ലിൻ്റെ ഇടയിൽ കൂടെ ഞാനൊന്ന് നടന്നു പോട്ടെ. ഇവിടെ ഒരു എഡ്ജ് ഉണ്ട്, ആ എഡ്ജ് കാണിച്ചു തരാം. സൂപ്പർ. വെയിലുണ്ട് എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നോക്കി ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ്. ഈ പ്രദേശം സുഗന്ധവ്യഞ്ജന തോട്ടങ്ങൾക്ക്, പ്രത്യേകിച്ച് ഏലം, കുരുമുളക് എന്നിവയ്ക്ക് പ്രശസ്തമാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഒരു ഷോർട്ട് ഓറഞ്ച് ബ്രേക്ക് ആയിരുന്നു കേട്ടോ. വാട്ടർ ബ്രേക്ക് ആൻഡ് ഓറഞ്ച്. ഹലോ, അവിടെ ഒരു പള്ളിയാണ്. ജോക്കു, നിനക്ക് എന്താണ് ഇപ്പോൾ കാണുന്നത് ജോക്കു? അതെയോ, ആണോ? ടവറോ? ഓക്കെ. അഡ്വഞ്ചർ താല്പര്യമുള്ളവർക്ക് സൂപ്പർ സ്പോട്ട് തന്നെയാണ്. ഓ, അങ്ങനെ ഒരു കയറ്റം കയറി നമ്മൾ വീണ്ടും ഒരു പരന്ന ചെരുവിലെത്തിയിരിക്കുകയാണ്. ഈ പുല്ലല്ലേ നമ്മൾ പശുവിന് കൊടുക്കാൻ നട്ട് വളർത്തുന്നത്? അല്ല അല്ലേ, ഇത് മറ്റേ പുൽത്തൈലത്തിൻ്റെ പുല്ലാണോ? നോക്കട്ടെ. താമസത്തിനായി പരിസ്ഥിതി സൗഹൃദ ഹോം സ്റ്റേകളും ഗസ്റ്റ് ഹൗസുകളും ഒക്കെ നമുക്ക് ഈ ഹിൽ സ്റ്റേഷൻ്റെ താഴെ ലഭ്യമാണ്. നഗരത്തിൻ്റെ തിരക്കിൽ നിന്ന് ശാന്തത തേടുന്നവർക്ക് റാണിപുരം ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഫോട്ടോഗ്രാഫർമാർ പലപ്പോഴും ഈ സ്ഥലം ഒരു സ്വർണ്ണ ഖനിയായിട്ട് തന്നെയാണ് കാണുന്നത്. ഇതെങ്ങനെയാക്കി ഇത്ര പരന്നത് അല്ലേ? കട്ട് ചെയ്ത പോലെ ഉണ്ട്. സൂപ്പർ പ്ലേസ് കണ്ടോ? അതിനെയും കണ്ടോ ഗൈസ്? നമ്മളതിൻ്റെ ഉള്ളൊരു സൗണ്ട് കേട്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ടോർച്ച് അടിച്ച് നോക്കുകയാണ്. ഒന്നുമില്ല. റാണിപുരമായി ബന്ധപ്പെട്ട നാടോടി കഥകൾ ചരിത്ര പ്രേമികൾക്ക് ഭയങ്കരമായിട്ട് കൗതുകം ഉണർത്തുന്നവയാണ്. തണുത്ത കാറ്റല്ലേ ഗൈസ്? ഇതവിടെ കുറച്ച് മങ്കീസ്. പ്രാചീന ഋഷിമാർ ഈ ശാന്തമായ വനങ്ങളിൽ ധ്യാനിക്കുന്നതായി പ്രാദേശിക ഐതിഹ്യങ്ങളിൽ പറയുന്നുണ്ട്. റാണിപുരം എന്ന പേരിന് പുരാണങ്ങളിൽ വേരുകളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അത് റാണി ദേവിയുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. ഉള്ള കല്ല് പൊന്തി ഇങ്ങനെ നിൽക്കുകയാണ്. ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന റാണിപുരം ക്ഷേത്രം തീർത്ഥാടകരുടെ ഒരു ആത്മീയ കേന്ദ്രവുമാണ്. ഭൂമിശാസ്ത്രപരമായ റാണിപുരത്തിൻ്റെ സവിശേഷത പശ്ചിമഘട്ടത്തിലെ ലാറ്ററൈറ്റ് മണ്ണാണ്. അപ്പറേ നിൽക്കവിടെ, ഓടല്ലേ ബാ, അപ്പൻ്റെ ഒപ്പം പോവാം. ഓ, സ്പ്രിൻ്റ് അടിക്കാൻ പോവാ ബ്രോ എൻജോയ് ചെയ്യുന്നുണ്ടോ? ഇഷ്ടപ്പെട്ടു?
നമുക്കിപ്പോൾ പോകേണ്ടത് ആ മലേൻ്റെ മുകളിലേക്കാണ്. പക്ഷെ ഇവിടെ നോക്കിക്കേ, അടിപൊളി ഒരു ടെൻറ്റ്. നമുക്ക് ഈ ടെൻറ്റിൽ കുറച്ച് നേരം കയറി നിന്നിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാം അല്ലേ? ഓക്കെ, വാവ്, നൈസ് ടെൻറ്റ്. ഹട്ടാ അല്ല, ഇതിവിടുത്തെ ഈ പുല്ല് വെച്ച് തന്നെയാണ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു പുല്ല് വെച്ച് തന്നെ ഈ ഹട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ പ്രദേശം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതിൻ്റെതായ പ്രാധാന്യം ഇതിനുണ്ട്. കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന റാണിപുരത്തെ കേരള കർണാടക സംസ്കാരങ്ങളുടെ ഒരു മിശ്രിതമായിട്ടും കണക്കാക്കുന്നു. വളഞ്ഞു പുളഞ്ഞ റോഡുകളും വിശാലമായ കാഴ്ചകളുള്ള റാണിപുരത്തേക്കുള്ള മനോഹരമായ ഡ്രൈവ് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. വഴിയിൽ സന്ദർശകർ കൈകൊണ്ട് നിർമ്മിച്ച കരകൗശല വസ്തുക്കളും ജൈവ ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ സാധിക്കും. ഇക്കോ ടൂറിസം സംരംഭങ്ങൾ പ്രാദേശിക സമൂഹത്തെ സാമ്പത്തികമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ഇത് തൊഴിലവസരങ്ങളും ഒരുപാട് കൊടുക്കുന്നുണ്ട്. ഈ മലയും കയറിയിട്ട് അതിൻ്റെ അപ്പുറത്തൊരു മലയും കൂടെ ഉണ്ട്. അവിടെയാണ് നമ്മൾ എത്തേണ്ടത് കേട്ടോ. ക്ഷീണം കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, കാരണം ഭയങ്കര ചൂടൊന്നുമില്ല, നല്ല കാറ്റുകളുണ്ട്. അതൊക്കെ എങ്ങനെയൊക്കെയോ മാനേജായി പോകുന്നുണ്ട്. വിനോദസഞ്ചാരവും സംരക്ഷണവും എങ്ങനെ ഒന്നിച്ച് നിൽക്കാം എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് റാണിപുരം. ജൈവ വൈവിധ്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായിട്ട് വിദ്യാഭ്യാസ പരിപാടികളൊക്കെ ഇവിടെ നടത്താറുണ്ട്. ലോകമെമ്പാടുള്ള ഗവേഷകരെയും പ്രകൃതി സ്നേഹികളെയും ഒക്കെ ഈ സ്ഥലം വല്ലാതെ ആകർഷിക്കുന്നുമുണ്ട്. ഗ്രൂപ്പ് ഔട്ടിങ്ങുകൾക്കും ഫാമിലി പിക്നിക്കുകൾക്കും റാണിപുരം ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. വെയിലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും കൊടൂര വെയിൽ. അപ്പോൾ ഒന്ന് ഇതിൻ്റെ തണലത്ത് നിന്നാണ് കേട്ടോ. താഴെ കണ്ടോ, നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കണ സ്ഥലം താഴെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരത്തെ ചൂണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ പൊസിഷനിൽ നമ്മളിപ്പോൾ എത്തി. അപ്പോൾ നമ്മൾ വീണ്ടും അത് വെയിലത്തേക്ക് ഇറങ്ങുകയാണ്. കണ്ടോ, സൂര്യൻ കത്തി നിൽക്കണുണ്ടോ? ഹലോ, നിങ്ങളെവിടെ നിന്നാ? നെക്സ്റ്റ് മലയിലേക്ക് നമ്മൾ എൻ്റർ ആവാൻ പോവാണ്. ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് കലാകാരന്മാരും എഴുത്തുകാരും ഒക്കെ പലപ്പോഴായിട്ട് ഇവിടെ സന്ദർശിക്കാറുണ്ട്. മല കയറുമ്പോൾ കഴിക്കാൻ പറ്റിയ ഐറ്റം അവലോസ് ഉണ്ട്, കഴിക്കാൻ പോകണം. തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട ഹിൽ സ്റ്റേഷനായിട്ട് കേരള ടൂറിസം വകുപ്പ് റാണിപുരത്തെ സജീവമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ ഹിൽ സ്റ്റേഷൻ അതിൻ്റെ സവിശേഷമായിട്ടുള്ള കാലാവസ്ഥയ്ക്ക് പേര് കേട്ടതാണ്. വേനൽക്കാലത്ത് പോലും ഇവിടെ താപനില അപൂർവമായിട്ട് മാത്രമേ 30 ഡിഗ്രി സെൽഷ്യസിൻ്റെ മുകളിൽ കയറാറുള്ളൂ. ഹണിമൂൺ യാത്രക്കാർക്കും ദമ്പതികൾക്കും റാണിപുരം ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അതിൻ്റെ തൊട്ടുകൂടാതെ സൗന്ദര്യം സന്ദർശകർക്ക് ഒരു പ്രത്യേകത തന്നെയാണ് നൽകുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ പാരിസ്ഥിതിക സമൃദ്ധിയുടെ തെളിവാണ് ഇവിടുത്തെ ജൈവ വൈവിധ്യം. റാണിപുരം ഇന്ത്യയിലെ സുസ്ഥിര ടൂറിസം സമ്പ്രദായങ്ങളുടെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. ഇങ്ങനത്തെ ഫ്രെയിം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ PC തുറക്കുമ്പോൾ പഴയ വിൻഡോസിൻ്റെ ഡെസ്ക്ടോപ്പിൽ നമ്മുടെ വാൾപേപ്പറായിട്ട് കാണാറില്ലേ? ഇതുപോലൊരു മല. അത് ഈ മലയല്ല, ഇതുപോലത്തെ ഒരു മല. ഒരു ടവർ ഉണ്ട്, എനിക്ക് തോന്നുന്നത് നെറ്റ്വർക്ക് കിട്ടാനുള്ള ടവർ ആയിരിക്കും. അതായത് അവർക്ക് റേഡിയോ സിസ്റ്റം എന്തെങ്കിലും വർക്ക് ചെയ്യാനുള്ള ടവർ ആയിരിക്കും. അതിൻ്റെ ചോട്ടിൽ അവർക്ക് ഫോറസ്റ്റുകാർക്കുള്ള ഒരു ചെറിയ വീട്. എങ്ങനെ പണിതെടുത്താവും അതൊക്കെ. ഇനി ആ മല കയറണം. അതിന് മുമ്പ് ഇവിടെ ചെറിയൊരു കട പോലത്തെ, ഇത് കടയായിരുന്നു തോന്നുന്നു അല്ലേ? ഹിൽ സ്റ്റേഷൻ കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും ഒരു പഠനാനുഭവമാണ് നൽകുന്നത്. സ്കൂൾ യാത്രകളും പ്രകൃതി ക്യാമ്പുകളും ഇവിടെ പതിവായിട്ട് സംഘടിപ്പിക്കാറുണ്ട്. നമ്മളിപ്പോൾ ലാസ്റ്റത്തെ ഈ മല അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഫുൾ ഓഫ് മലനിരകൾ. കാസർഗോഡ് ജില്ല എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു വരണ്ട് കിടക്കണ പോലത്തെ പ്രതീതിയാണ്. അത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്. പക്ഷേ അതൊന്നുമല്ല കാസർഗോഡ്. കയറി വാ. ആ മലയുടെ മുകളിലേക്ക് എത്താൻ പോവാണ്. ഇത് കാണുന്ന പോലെയല്ല, നല്ല സ്ലോപ്പാണ്. എൻ്റെ പേരിൽ വരെ മിഠായി ഉണ്ട്, അബ്രുവിൻ്റെ പേരിൽ മിഠായി ഇല്ല. സന്ദർശകർ ഒരു മാലിന്യം ഉപേക്ഷിക്കുന്നില്ലെന്ന് ഇവർ ഉറപ്പുവരുത്തുന്നുണ്ട്. പ്രദേശത്തിൻ്റെ ശുചിത്വം നിലനിർത്തുന്നതിന് കർശനമായ മാർഗനിർദ്ദേശങ്ങളും നിലവിലുണ്ട്. റോപ്പ് വേണമെന്നാണോ അപ്പോൾ ഗ്ലോറിയുടെ അഭിപ്രായം? ഗൈസ്, നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇതാ ഇവിടെയാണ്. അതിനെന്തെങ്കിലും പേരുണ്ടാവും? റാണിപുരം പീക്ക് അല്ലേ? നമ്മളത് അങ്ങോട്ട് പോവുകയാണ്. വിജയകരമായ എക്കോ ടൂറിസം മോഡലുകളുടെ ഒരു കേസ് സ്റ്റഡിയായി ഈ സ്ഥലം മാറിയിട്ടുണ്ട്. ഇതിൻ്റെ സംരക്ഷണം കേരളത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും സമാനമായ പദ്ധതികൾക്ക് പ്രചോദനവുമായിട്ടുണ്ട്. വികസനം ജൈവ വൈവിധ്യത്തിന് കോട്ടം തട്ടുന്നില്ലെന്ന് കേരള വനം വകുപ്പ് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സസ്യജാലങ്ങളിൽ കാട്ട് ഓർക്കിഡുകൾ, ഔഷധ സസ്യങ്ങൾ, അപൂർവ വൃക്ഷങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. പ്രദേശത്തിൻ്റെ വാട്ടർ സൈക്കിൾ നിലനിർത്തുന്നതിൽ റാണിപുരത്തിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു നിർണായക പങ്കുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ പൊസിഷൻ. ഇവിടെയാണ്. ഈ പാറേൻ്റെ അപ്പുറത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചയായിരിക്കും നമ്മുടെ മുമ്പിലുള്ളത്. നോക്കാം നമുക്ക്. ഇവിടെ ഉത്ഭവിക്കുന്ന നീരുറവുകളും അരുവികളും സമീപ നദികളെ പോഷിപ്പിക്കുന്നവയാണ്. ഈ ജലാശയങ്ങളെ പിടിച്ചുകൊണ്ടാണ് ഇവിടുത്തെ കൃഷിയും ദൈനംദിന ജീവിതങ്ങളും ഒക്കെ നടന്നു പോകുന്നത്. റാണിപുരം വെറും ഒരു ലക്ഷ്യസ്ഥാനമല്ല, അതെന്നും നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണത്. ശാന്തമായിട്ടുള്ള അന്തരീക്ഷം വീണ്ടും വീണ്ടും നിങ്ങളിങ്ങോട്ട് ആകർഷിക്കും. സിറ്റി ലൈഫിൻ്റെ പിരിമുറുക്കം ഉപേക്ഷിക്കാൻ കഴിയുന്ന ഒരു ബെസ്റ്റ് പ്ലേസ് ആണിത്. അങ്ങനെ നമ്മൾ
ഇതിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ്. എൻ്റെ അമ്മോ, ഈ ഒരു ഹൈറ്റും എനിക്ക് പേടിയാണ് ഇങ്ങനെ അറ്റത്ത്. നിങ്ങൾ റാണിപുരം പര്യവേഷണം ചെയ്യുമ്പോൾ അത്തരം നിധികൾ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കും. എങ്ങനെയുണ്ട് വ്യൂ? എങ്ങനെയുണ്ട്? വെയിലില്ലായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു അല്ലേ? ഓ, ഇവിടെയുള്ള ഓരോ മൂലയും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള യോജിപ്പിൻ്റെ ഒരു കഥ പറയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഗ്യാപ്പാണ്, ഫുള്ള് ഗ്യാപ്പിൽ കൂടെ നമുക്കിങ്ങനെ അടന്ന് പോവാം. ഇത് വലിയൊരു മലേൻ്റെ മുകളിലാണെന്നുള്ള കാര്യം ഓർക്കണം. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന കേരളത്തിൻ്റെ ടാഗ് ലൈനിൻ്റെ ജീവനുള്ളൊരു സാക്ഷ്യമാണ് റാണിപുരം. റാണിപുരം ജനപ്രീതി നേടിയെങ്കിലും മറ്റ് ഹിൽ സ്റ്റേഷനുകളെ അപേക്ഷിച്ചിട്ട് തിരക്ക് വളരെ കുറവാണ്. സമാധാനവും ഏകാന്തതയും ആഗ്രഹിക്കുന്ന സഞ്ചാരികൾക്ക് അത് അനുകൂലമാണ്. നിങ്ങളൊരു സാഹസികനായാലും പ്രകൃതി സ്നേഹിയായാലും ആത്മീയ അന്വേഷകനായാലും റാണിപുരത്ത് എല്ലാവർക്കുമായി എന്തെങ്കിലുമൊക്കെ ഉണ്ട്. റാണിപുരത്തിൻ്റെ സൗന്ദര്യം വാക്കുകളിലോ ഫോട്ടോകളിലോ മാത്രം പകർത്താനാവുന്നതല്ല, ശരിക്കും നേരിട്ട് അനുഭവിച്ചറിയേണ്ട ഒരു സ്ഥലമാണ് റാണിപുരം. ഇവിടെ നോക്കി, വലിയ കുഴിയിലെ ഇവിടെ താഴെ നമ്മൾ വന്ന റോഡാ ഇവിടെ നോക്കിയാൽ കാണാം. റാണിപുരത്തേക്കുള്ള ഓരോ സന്ദർശനവും ഓരോ പുതിയ കണ്ടെത്തൽ പോലെയായിരിക്കും. ഇവിടെ വരുന്ന എല്ലാ സന്ദർശകരുമായും ബന്ധിപ്പിക്കുന്ന ഒരു ആത്മാവ് ഈ ഹിൽ സ്റ്റേഷനിലുണ്ടെന്ന് ഇവിടുത്തെ പ്രദേശവാസികൾ വിശ്വസിക്കുന്നുണ്ട്. പ്രകൃതിക്ക് മനുഷ്യൻ്റെ ആത്മാവിനെ എങ്ങനെ സുഖപ്പെടുത്താനും പുനരുജ്ജീവിപ്പിക്കാനും കഴിയുമെന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് റാണിപുരം. നിങ്ങൾ റാണിപുരം കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ആ കാഴ്ച നിങ്ങളെ നിശബ്ദനാക്കും. അനന്തമായി കിടക്കുന്ന പച്ച പരവതാനി വിരിച്ച പോലെ മലനിരകളും വിശാലമായ നീലാകാശവും ആകർഷകമായിട്ടുള്ളൊരു പനോരമയാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തുറന്നു നിൽക്കുന്നത്. അടിപൊളി അല്ലേ? അതിൻ്റെ മുകളിലാണ് നമ്മൾ കയറി. ഇത്ര നേരം കണ്ട വിഷ്വൽസ് മൊത്തം അതിൻ്റെ മുകളിൽ നിന്നുള്ളതായിരുന്നു. ഓ, കാട്ടുവഴിയാ? അവിടെ നിന്നാണല്ലോ കേൾക്കുന്നത്. നോക്കാം, സൈലൻ്റ് ആയിട്ടിരിക്കേ, അതിൻ്റെ സൗണ്ട് കേൾക്കുമോ നോക്കാം. വാവ്, പക്ഷേ ഈ വെയിലില്ലായിരുന്നു. ഈവനിങ് ടൈം ആണെങ്കിൽ ഉണ്ടല്ലോ ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈവൻ രാവിലെ 8 തൊട്ട് വൈകുന്നേരം 3 മണി വരെ നമുക്കിവിടെ കയറാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു വൈകുന്നേരം 3 മണിക്ക് അവിടെ നിന്ന് കയറിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും മിക്കവാറും കിട്ടുക. ബാക്കിയുള്ള പരിപാടി എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടാവും, പല റിസ്ക്കും കാര്യങ്ങളും ചിലപ്പോൾ ഉണ്ടാവാം. വൈൽഡ് ആനിമൽസിനെയൊക്കെ കാണാം. നമ്മളിപ്പോൾ മുകളിൽ കയറിയില്ലേ, അവിടെ വരെ ആനപ്പിണ്ടമുണ്ടായിരുന്നു. അടിപൊളി. നിങ്ങൾ എങ്ങനെയാണ് ഈ കയറി പോകുന്നതെന്നുള്ളത് നമുക്ക് എത്ര ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇതുവരെ ഞാൻ അങ്ങനത്തെ ഒരു വിഷ്വൽസിലും ഇത് കണ്ടിട്ടുമില്ല. ഇത്ര ഇങ്ങനെയുള്ള ചെരുവിക്കോടെ ആനയൊക്കെ എങ്ങനെ കയറി പോകുന്നു, ഭയങ്കര അത്ഭുതം തന്നെയാണ് അത്. നിങ്ങൾ തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു എക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ ജെമ്മാണ് റാണിപുരം. നമ്മൾ കയറി പോകുമ്പോൾ അവിടെ ഒരു കുഞ്ഞ് ടെൻറ്റ് പോലെ കണ്ടായിരുന്നില്ലേ അവിടെ, അത് ദൂരെ നോക്കുമ്പോൾ ഇപ്പോൾ തുറന്നതായിട്ടാണ് കാണുന്നത്. നമുക്ക് അടുത്ത് പോയി നോക്കാം അവിടെ എന്തൊക്കെ ഐറ്റംസ് ഉള്ളതെന്ന്. അവിടെയുള്ള ആൾ എങ്ങനെയാണ് ഇത്രയും ഐറ്റംസ് ഇവിടം വരെ കൊണ്ടുവരുന്നത് എന്ന് എനിക്കൊന്ന് തലയിൽ കയറ്റി കൊണ്ടുവരാൻ മാത്രമേ പറ്റുള്ളൂ, അല്ലാണ്ട് വേറെ ഓപ്ഷനൊന്നുമില്ല. നമ്മൾ കയറി പോയപ്പോൾ ഇത് വഴിയാണ് കയറിപ്പോയത് കേട്ടോ. ഈ മലയും കയറിയിട്ടാണ് അപ്പുറത്ത് പോയിട്ട് നമ്മൾ പീക്കിൽ കയറിയത്. ഇപ്പോൾ നമ്മൾ ഈ സൈഡിൽ കൂടെ ഉള്ളൊരു വഴി കൂടെ പോവുകയാണ്. റാണിപുരം സന്ദർശിക്കുന്നതിലൂടെ നിങ്ങൾ അതിൻ്റെ സംരക്ഷണത്തിനും അവിടുത്തെ ജനങ്ങളുടെ ഉപജീവനത്തിനും സംഭാവന നൽകുകയാണ് ചെയ്യുന്നത്. നമ്മളങ്ങനെ തിരിച്ചിറങ്ങുകയാണ്. നമ്മൾ താഴേന്ന് പുട്ടും കടലയും മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ രാവിലെ. പുട്ടും കടലയും നമുക്കിപ്പോൾ ഇവിടെ ഒരു ടെൻറ്റ് കണ്ടായിരുന്നല്ലോ നേരത്തെ. ആ ടെൻറ്റിൽ നിന്ന് നമ്മൾ പുട്ടും കടലയും കഴിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ്. നമ്മളിപ്പോൾ ഈ ടെൻറ്റിലുള്ള അതിൻ്റെ പരിസരത്താണ്. ടെൻറ്റ് കാണിച്ചു തരാം. പുട്ട് കഴിക്കാൻ പോവാണ് നമ്മൾ. അടിപൊളി ടെൻറ്റോ ഹട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. നമ്മളിതാ പുട്ടുണ്ട്, രാവിലെ മേടിച്ചാണ്. ഇപ്പോൾ സമയം 11:37. ഏത് പുട്ടോ? ഇത് ധാരാളല്ലേ. നല്ല ആവി പറക്കുന്നില്ലെങ്കിലും ചൂടുണ്ട്. എന്താ കടലക്കറി. ഇലയില് ആ പുട്ടും കടലിട്ട് കുഴച്ചിരുന്ന എങ്ങനെയുണ്ട് ചേട്ടായി? അടിപൊളി. അബ്രുവിന് പുട്ടും കടല ഇഷ്ടല്ലേ? അങ്ങനെ നമ്മൾ ഈ ടെൻറ്റിൽ നിന്ന് പോവാണ്. അടിപൊളി ട്രിപ്പാണ് കേട്ടോ. അടിപൊളി ഒരു അഡ്വഞ്ചർ ട്രക്കിംഗ്. അപ്പോൾ താങ്ക്സ് ടു റാണിപുരം.
റാണിപുരം വെറും ഒരു യാത്രാ കേന്ദ്രം മാത്രമല്ല, പ്രകൃതിയുടെ ഹൃദയത്തിലേക്കുള്ള ഒരു യാത്രയാണത്. പുട്ടും കടലയും കഴിച്ചതിൻ്റെ എനർജി അങ്ങോട്ട് കയറിയിട്ട് അബ്രു ഒരേ പറക്കലാണ് ഇപ്പോൾ. അബ്രു വിത്ത് ഫുൾ എനർജി, കമാൺ. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ വന്ന വഴി. ഇത് നോക്കിയേ, ആന കയറി വിഹരിച്ച സ്ഥലം. നമുക്ക് ആനപ്പിണ്ടം കാണുമ്പോൾ കറക്റ്റ് അത് അറിയാൻ പറ്റും. നോക്ക്. ഇപ്പോഴോ? ഓ, ഇപ്പൊ പുട്ട് കഴിച്ചോണ്ട് നല്ല സ്ട്രോങ് ആയില്ലേ? To fly, silent whispers through the പീസ്ഫുൾ സ്ഥലം, ഫുള്ള് മരങ്ങളും വള്ളികളും. അയ്യോ, ഇതൊക്കെ നോക്കി ഇവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. ഏതോ മരത്തിൻ്റെ ഇല വീണിട്ടേ ഫുള്ള് പിങ്ക് കളർ അല്ലേ? ഈ മരത്തിൻ്റെയാ. അപ്പോൾ ഗൈസ്, ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? റാണിപുരം കാസർഗോഡ് ഉള്ളവർക്ക് അറിയായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോയിൽ. ഗൈസ്, ഇതാ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മരം കാണുന്നത് കേട്ടോ. കുരങ്ങാടി. കുരങ്ങ് എപ്പോഴെങ്കിലും ഇരുന്ന് ആടുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയായിരിക്കും കുരങ്ങാടി എന്ന പേര് വന്നത്. ഇത്ര നമ്മൾ പിങ്ക് ഇലകളാണ് ഉണ്ട്. ഇപ്പോൾ നോക്കിയേ, മഞ്ഞ ഇലകൾ. നല്ല കൂളിങ് ആംബിയൻസ്. നോക്കിയേ, ഒരു വലിയ ഉറുമ്പും കൂട്. ഒക്കെ നിറഞ്ഞ സ്ഥലമല്ല ബ്രോ? അടിപൊളിയല്ലേ? ആ പാറ കയറിയിട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങി ഇവിടെ എത്തിയിരിക്കുന്നത്. റാണിപുരം ഇക്കോ ടൂറിസം. അപ്പോൾ ബൈ, നെക്സ്റ്റ് എപ്പിസോഡ്.